ഗൈസ് അഷ്റഫ്. ഇതുവരെ നമ്മൾ ഹാപ്പി പില്ലിൽ സംസാരിച്ചതൊക്കെ എന്താണ് ഹാപ്പിനെസ്, എന്തുകൊണ്ടാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാപ്പിനെസിന്റെ ശരിക്കുള്ള മുഖങ്ങളാണ്. അതായത് ഇന്ന് നമ്മൾ കുറച്ച് പേര് സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. കുന്നോളം നഗരസഭ ഇത്രയും വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്നുള്ള ഒരു ചെറിയ സമ്മാനമായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അവരോടുള്ള ഒരു ചെറിയ താങ്ക്സ്. എന്നും ഈ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ടൗൺ ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നത് എന്ന്. അയ്യോ, ഒരു മിനിറ്റ്, ഒന്ന് റിവേഴ്സ് ഇട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അവരെ കാണുമ്പോൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഓക്കെ, എഴുതി അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കാം. അവരോടൊപ്പം കുറച്ചുനേരം ചേർന്ന് നിൽക്കണം, വർത്തമാനം പറയണം, ഇതിനോടൊപ്പം എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കൊടുക്കണം. അത്രേ ഉള്ളൂ. പക്ഷെ അവരെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരു പിടിയുമില്ല. എന്തായാലും രാവിലെ തന്നെ കുന്നംകുളത്തങ്ങാടിയിലേക്ക് എത്തി. ആദ്യം കണ്ടത് കുന്നംകുളം ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ജോൺസൺ ചേട്ടനെയാണ്. കിട്ടിയപ്പോൾ സന്തോഷം തോന്നി. ഇതുവരെ ഇങ്ങനെ ആരും തന്നിട്ടില്ല. ഇതിനെ പറ്റി വന്നിട്ട് ആരും ഇതുവരെ തന്നിട്ടില്ല. കുട്ടികൾക്ക് നന്ദി. ബസ് സ്റ്റാൻഡിന്റെ അങ്ങേ മൂലയിൽ അടിച്ചുവാരിക്കൊണ്ടിരിക്കുകയായിരുന്നു വാസുദേവൻ ചേട്ടൻ. പിന്നെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ അടുത്തേക്ക് പോയി. അവിടെ വെച്ചാണ് റെബേക്ക ചേച്ചിയെ കണ്ടത്. ഒരുപാട് സന്തോഷം. അപ്പോൾ അതിലൊരുപാട് നന്ദിയുണ്ട്. കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് ചെറിയ ജസ്റ്റ്. ഇതാണ് സുനിലേട്ടൻ. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഈ മാലിന്യ ശുചിത്വ മാലിന്യം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് വേസ്റ്റ് ഇടുന്ന ആളുകളെ നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ കണ്ടജൻ്റ് ജീവനക്കാർ നിന്ന് ഈ വേസ്റ്റ് ഇടുന്ന ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് പിഴയെടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കുന്നംകുളം ടൗണിൽ വേസ്റ്റുകൾ അങ്ങനെ ആരും കൊടുന്നിടുന്നില്ല. വെച്ചെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നാണ് നമുക്ക് ഈ സാധനങ്ങൾ ഇവിടെ കുന്നംകുളത്ത് ഏറ്റവും കൂടുതൽ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഈ പണിയുണ്ട്, പക്ഷേ ഈ വേസ്റ്റ് വരുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. നഗരത്തിന്റെ പലയിടത്തായി കൂട്ടിവെച്ചിരിക്കുന്ന ചപ്പുചവറുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടി അന്വേഷിച്ച് ഞങ്ങൾ അടുപ്പുട്ടി കുന്നുകയറി. ഇവിടെ കുറുക്കംപാറയിൽ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നതിലൂടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്ര ഭംഗിയിൽ നിർവഹിക്കാൻ കഴിയുന്നത്. നമ്മൾ കുന്നംകുളമങ്ങാടി കാണുന്നതിന് മുന്നേ അവിടെ വൃത്തിയാക്കി വെക്കുന്ന ഏതാനും പേര് മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ.
എങ്കിലും 1057 പേരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് നഗരത്തിന്റെ ശുചിത്വ പാലനം യാഥാർത്ഥ്യമാകുന്നത്. അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ബിഗ് സല്യൂട്ട്. ഒരു നിമിഷത്തേക്കെങ്കിലും ഇത് അവരെ സന്തോഷിപ്പിച്ചുവെങ്കിൽ നമ്മളും ഹാപ്പിയാണ്, അല്ലേ?